ശ്രീ അനിൽകുമാർ, നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പി എത്രത്തോളം മുന്നേറ്റം കുറിക്കും, തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്. പല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് മുന്നണികൾ കടന്നു കയറുകയും അതുപോലെ ചില LDF മുന്നണിക്ക് താഴ്ചയുണ്ടായത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള താഴ്ചയാണ്. ബി ജെ പി എല്ലാ ഇടങ്ങളിലേക്കും കയറി എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ 25-ലധികം നേടിയിട്ടുണ്ട്. പക്ഷെ പലയിടത്തും പ്രധാന പ്രതിപക്ഷമായി മാറും. ഒറ്റപ്പെട്ട വിജയങ്ങളും ഇങ്ങനെ പലയിടങ്ങളിലും നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ ഒരു യുഗത്തിലേക്കാണോ കാര്യങ്ങൾ? ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ നാം പല തവണ ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ചർച്ച ചെയ്ത സമയത്തൊക്കെ നമ്മുടെ ഒരു വിലയിരുത്തലിൻ്റെ ഏതാണ്ട് അനുരൂപമായിട്ടാണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനടക്കം നാം പറഞ്ഞിരുന്നു BJP ആയിരിക്കും ഭരണത്തിൽ വരിക. ഒരു നേരിയ വ്യത്യാസമേ അതിൽ വന്നിട്ടുള്ളൂ. നമ്മളൊരു 55 സീറ്റാണ് BJPക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയും നമ്മൾ വിലയിരുത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 50 സീറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി മാത്രമല്ല, കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും BJP ഒരു ശക്തിയായി വളർന്നു വരും എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു. ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഫലമാണ് ഇതുവരെ വന്ന റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, കേരളത്തിൽ ഇടതിനും വലതിനും ഇടയ്ക്ക് BJP ഒരു പുതിയൊരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഈ ഹസ്തങ്ങൾ വിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരിങ്ങനെ വളർന്നു കയറുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി BJPയെ ഒരു അവഗണിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല, അവരൊരു പ്രധാന ശക്തിയായി കേരള രാഷ്ട്രീയത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ഇത് നമുക്ക് അറിയാം, UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രകടനമാണോ? ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മാക്സിമം എന്ന് നമുക്കിങ്ങനെ പറയാം. ഇത്രയും കടുത്ത ഭരണവിരുദ്ധ വികാരം ഇതിനു മുമ്പ് ഒരു സർക്കാർ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ ഒരൊറ്റ കോർപ്പറേഷനിലും LDFന് ഭരണമില്ല. 2 കോർപ്പറേഷനുകളിൽ BJP തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. അതെ, കാരണം കൃത്യമായ ഭൂരിപക്ഷം ഇല്ല 2 കൂട്ടർക്ക്. ഒരു നഗരസഭ തിരുവനന്തപുരം BJP ജയിച്ചു, എറണാകുളം UDF ഭരിച്ചു, അതുപോലെ തന്നെ കണ്ണൂർ UDF ഉണ്ട്. അപ്പോൾ കോർപ്പറേഷനുകളിൽ മുമ്പ് കണ്ണൂർ മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. 6 കോർപ്പറേഷനുകളിൽ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സാഹചര്യം ആകെ മാറി. അതായത് നഗരപ്രദേശങ്ങളിൽ നിന്നും CPMനെ ജനം അകറ്റി എന്ന് വേണമെന്ന് മനസ്സിലാക്കും. ഇതേപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റി ആയാലും ഗ്രാമപഞ്ചായത്തായാലും ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം കണക്കെടുത്താൽ കഴിഞ്ഞ വർഷം 2020 582 ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം ഉണ്ടായിരുന്നു. UDFന് 337. ഇപ്പോൾ ഏറ്റവും പുതിയ ഇലക്ഷൻ കമ്മീഷൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് LDFന് 238 ഗ്രാമപഞ്ചായത്തിന്, അതായത് നിലവിൽ അവരുണ്ടായിരുന്നതിന് നേരെ പകുതിയായി. 380 സ്ഥലങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് UDF വരുന്നു. അതുപോലെ തന്നെ NDA 25 സീറ്റുകളിലേക്ക് NDA വരികയാണ്. അതായത് നേരത്തെ അവർക്കുണ്ടായിരുന്ന വെറും 13ആയിരുന്നു. ആ 13-ൽ നിന്നും അവർ 25-ലേക്ക്. ഇനി ഇലക്ഷൻ ഈ റിസൾട്ട് പൂർത്തിയാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വന്നേക്കാം. ഇത് തന്നെയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വാർഡ് അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഉള്ള റിസൾട്ട് അനുസരിച്ചിട്ട് LDFന് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് പല സ്ഥലത്തും പകുതിയിലേറെ അവർക്ക് വാർഡുകൾ ഡിവിഷനുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ UDF ആണ്. അപ്പോൾ UDF പ്രവർത്തിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കല്ല എന്ന് പറയേണ്ടി വരും. കാരണം LDFനോടുള്ള ജനങ്ങളുടെ വിരോധം ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് UDFലേക്ക് പോയി. നല്ലൊരു ഭാഗം അത് NDAക്കും കിട്ടി എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഫലസൂചനകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫലസൂചന വെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
തിരുവനന്തപുരത്ത് 50 വാർഡുകളിൽ ജയിച്ചല്ലോ BJP. ഈ 50 വാർഡുകൾ നമ്മൾ നിയമസഭാ സീറ്റുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 നിയമസഭാ സീറ്റായിട്ട് മാറും. 4 തൃപ്പൂണിത്തുറയിൽ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ NDA വിജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് നിയമസഭാ സീറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അതും ഏതാണ്ടൊരു 3ഓളം നിയമസഭാ സീറ്റുകളിലേക്ക് അത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ തൃശ്ശൂരിൽ അതുപോലെ തന്നെ പാലക്കാട്, പിന്നെ കോഴിക്കോട് 6-ൽ നിന്ന് 13-ലെത്തി. കാര്യം അവർ നിർണായക ശക്തിയാണ്. അവിടെ കൊല്ലത്ത്, കോഴിക്കോട് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കൊല്ലത്തും കോഴിക്കോടും അങ്ങനെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് തൂക്ക് സഹോദരനുള്ള സാധ്യത. ആരെയും സഹായിക്കാതെ ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കൊല്ലത്തും കോഴിക്കോടും ഉള്ളത്. അപ്പൊ ഇതെല്ലാം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മാറും, ഉറപ്പായിട്ടും മാറും, ഒരു തർക്കവും വേണ്ട. ഇതിന്റെ കുറച്ച് കൂടുതൽ മാറ്റം വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ BJP നേതൃത്വം ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കിട്ടിയ വിജയം വെച്ചിട്ട് ആ സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-2 നിയമസഭാ മണ്ഡലം കൂടി വിജയിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരും. 1. 2, ഇനിയുള്ള 6 മാസം കൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ പറഞ്ഞത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതെ, തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്നത് കാട്ടാക്കടയൊക്കെ ഉണ്ട്. അല്ല, ഗ്രാമങ്ങളിലേക്കും BJP വളർന്നു. കേരളത്തിന്റെ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് BJP വളർന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി. അത് നമുക്ക് പ്രത്യേകം വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് നഗര കേന്ദ്രീകൃത പാർട്ടി എന്നുള്ളൊരു നാണക്കേടായിരുന്നു മുമ്പ് BJPക്ക് ഉണ്ടായിരുന്നത്. അത് പൊളിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചർച്ചാ വിഷയമാണ്. എങ്ങനെ ഗ്രാമങ്ങളിലേക്ക് BJP വളരുന്നു? സൈലൻ്റ് ആയിട്ടാണ് വളർച്ച. വലിയ പിന്നെ അട്ടാസങ്ങളൊന്നും ഇല്ലാതെയാണ് ഓരോ ഗ്രാമങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ തിരുവനന്തപുരത്ത് 5 പഞ്ചായത്തുകളിൽ ആൾറെഡി അവർ വിജയിച്ചു കഴിഞ്ഞു, ഭരണം പിടിച്ചു കഴിഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ അഴൂർ പഞ്ചായത്ത് അടക്കം BJP ഭരണം പിടിച്ചു. അപ്പോൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റായിട്ട് ഗ്രാമങ്ങളിലും BJP വളരുന്നുണ്ട്. ആ വളർച്ച നാളെ LDFൻ്റെ കിതപ്പിന് കാരണമാകും. ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. മാത്രമല്ല UDF എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരും. കാരണം മുമ്പ് ഈ പറഞ്ഞതുപോലെ BJP അത്ര വലിയ ശക്തിയില്ലാത്ത സമയത്ത് അവർ നമുക്ക് കുത്തും എന്നൊരു അലസരായിരിക്കുന്നവരാണല്ലോ കോൺഗ്രസ്സുകാർ. ആ അലസത ഇനി കാണിച്ചാൽ അതാരും കൊണ്ടുപോകും? BJP കൊണ്ടുപോകും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമാകുന്നുള്ളതാണ്. അപ്പോൾ ഈ CPM-ന് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ LDF-ന് മൊത്തത്തിലൊരു ഒരു പതനം സംഭവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മുമ്പൊക്കെയാണ് നമ്മൾ പറയും LDF പോയിട്ട് UDF വന്നു, ഇനി UDFൻ്റെ ഇത് കഴിയുമ്പോൾ LDF വരും. ഇനി അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ആ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ച് തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു മൂന്നാമതൊരു ശക്തിയും കൂടെ വരുമ്പോൾ എങ്ങനെയായാലും വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു വിഹിതം അവർക്ക് പോകുമല്ലോ. നേരത്തെ 2 ഭാഗിച്ചാൽ മതി. ഇപ്പം അങ്ങനെയല്ല, 3 ഭാഗിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഹിതം വോട്ട് എന്ന് പറയുന്നത് അത് BJPയുടെ പക്ഷത്തിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുകൂട്ടർക്കും, അതായത് ഇടത് കക്ഷികൾക്കും വലത് കക്ഷികൾക്കും അത് അഡീഷണൽ പണിയെടുത്താൽ മാത്രം ജയിക്കുന്നുള്ള ഘട്ടത്തിലേക്ക് വരും. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ചിത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് വ്യാപകമായിട്ട് BJP അനുകൂലം വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മുടെ കോട്ടയം ജില്ല അടക്കം ഈ മുനമ്പത്തടക്കമുള്ള വിജയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ പൂഞ്ഞാറിൽ അതായത് ഈ BJPയോടുള്ള ഒരു അയിത്തം, ക്രിസ്ത്യാനിയെ കൊണ്ടായിരുന്ന അയിത്തം മാറി എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കക്ഷികളും LDF-ഉം UDF-ഉം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഭാവിയിൽ. ഇല്ല എങ്കിൽ ഈ മറ്റേ കാക്കോത്തി കൊണ്ട് പോകുമെന്ന് പറഞ്ഞ പോലെ ഒരു ചൊല്ലുണ്ടല്ലോ, കാത്തു സൂക്ഷിച്ച കസ്തൂരി മഴ, അതുപോലെ BJP കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശങ്ക അവർക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.